നമസ്കാരം. മലയാളി കൈപ്പുണ്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ രുചികരമായ ബീഫ് വറ്റിച്ചതാണ്. ഇതിനായി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത്, സവാള നീളത്തിലരിഞ്ഞത്, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത്, ചെറിയ ഉള്ളി അരിഞ്ഞതും സവാള അരിഞ്ഞതും മാറ്റി വയ്ക്കുക. കറിവേപ്പില. ഇതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഗ്രാമ്പു, പട്ട, ഏലക്ക ഇട്ട് നന്നായി മൂപ്പിക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ഇട്ട് നന്നായി മൂപ്പിക്കുക. സവാള മൂത്ത് ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും ഇട്ട് നന്നായി വഴറ്റുക. ഇങ്ങനെ മൂപ്പിച്ചെടുത്ത സവാള മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുക. ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1/2 കിലോ ബീഫ് ഇടുക. ഈ ബീഫിലേക്ക് അരച്ചു വെച്ചിരുന്ന അരപ്പ് നന്നായി യോജിപ്പിക്കുക. നന്നായി അരപ്പ് യോജിപ്പിച്ച ശേഷം ബീഫ് കുക്കറിൽ അടച്ച് വേവിക്കാൻ വയ്ക്കുക. നേരത്തെ സവാള വറുത്ത് വച്ചിരിക്കുന്ന പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് മൂപ്പിക്കുക. അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വച്ചിരിക്കുന്നതും 2 സവാള അരിഞ്ഞതും കൂടി ഇട്ട് നന്നായി വഴറ്റുക. ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് വഴറ്റുക. ഇതിലേക്ക് പച്ചമുളക് കീറിയതും തേങ്ങാക്കൊത്തുമിട്ട് വഴറ്റുക. ഇത് അടച്ച് ഒന്ന് ആവിയിൽ വേവിക്കാൻ വയ്ക്കുക. വേവിച്ചു വച്ചിരിക്കുന്ന ബീഫിലേക്ക് ഈ ചെറിയ ഉള്ളി വഴറ്റിയത് ഇട്ട് കൊടുക്കുക. ഈ അരപ്പിട്ട് വേവിച്ച ബീഫും ഉള്ളിയും കൂടെ ഇട്ട് നന്നായി യോജിപ്പിക്കുക. അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ലേശം ഗരം മസാലയും ഇട്ട് വറ്റിച്ചെടുക്കുക. ഇതിലേക്ക് കറിവേപ്പിലയും ഇട്ട് നന്നായി വറ്റിച്ചെടുക്കുമ്പോൾ നമ്മുടെ വ്യത്യസ്തവും രുചികരവുമായ ബീഫ് വറ്റിച്ചത് തയ്യാർ.
നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ അവിടെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മലയാളി കൈപുണ്യം എന്ന ഈ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്